അപ്പം നമ്മൾ മുട്ട പപ്സ് ഉണ്ടാക്കാനാണ് പ്ലാൻ. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ മുട്ട പപ്സ് ആവില്ല നമുക്ക് നന്നായിട്ട് അറിയാൻ കിട്ടും. നന്നായിട്ട് ഫ്ലോപ്പ് ആവുമെന്ന് അറിയാം. കാരണം നമ്മളാണല്ലോ ഉണ്ടാക്കുന്ന മുട്ട പപ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളൊരു മുട്ട പപ്സിൻ്റെ ഒരു അനിയനോ ചേട്ടനായിട്ടൊക്കെ വരും. ആ രീതിക്കൊന്ന് സെറ്റാക്കി എടുത്തു എന്നുള്ളതാണ് സത്യം. ആദ്യം നമ്മൾ മൈദയും അത് കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും പിന്നെ നമ്മളൊരു മുട്ടയും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഇളക്കി കുറച്ച് ഓയിലും കൂടെ വെച്ചിട്ടാണ് ഇളക്കിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയൊക്കെ പൊടിച്ചെടുക്കാമല്ലോ. അപ്പം സനുവും നന്ദുവും മീനും ഒക്കെ ചേർന്നിട്ട് സവാളയൊക്കെ സെറ്റാക്കി എടുത്തു. മാവ് ഞാനല്ല കുഴച്ച് വെച്ചത്. അതുകൊണ്ട് അവളുമാർ ആ പടി അങ്ങ് ഏറ്റെടുത്തു. അവളുമാരപ്പം അത് ഇരുന്ന് എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞ് തള്ളൊക്കെ പറഞ്ഞിട്ട് ഇരുന്നുകൊണ്ട് 3 പേരും കൂടി ഇരുന്നങ്ങ് തൊളിച്ച് സെറ്റാക്കാണ്. അവിടെ നന്ദോടെ ഇരിപ്പുണ്ട് കേട്ടോ. നന്ദു ആറ്റത്ത് തന്നെ ഇരിപ്പുണ്ട്. അവളാണ് ഇവർക്ക് കൊട്ടേഷൻ കുറച്ചേരം ഇവള് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെടി ഇങ്ങനെ ചെടി എന്നൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജോലി ഞാനും മീനും കൂടെ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. പിന്നെ അവളുമാരെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചു. അതാണ് സത്യം. അപ്പം ബാക്കിയുള്ളവരൊക്കെ വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ എന്താവും നമുക്കപ്പം നോക്കാം. ഹായ് ഗായ്സ്, സനിലെയും നന്ദനെയും നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള അരിയാണ് ഗൈസ്. മുട്ട പപ്സിൽ വെക്കാനുള്ള നമ്മൾ കറി ഉണ്ടല്ലോ ഗൈസ്. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അവൾ സവാള അരിയാണ് കേട്ടോ. ഒരാൾ ഇവിടെ നോക്കിക്കൊണ്ട് കൊട്ടേഷൻ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചെടി ഇങ്ങനെ ചെടിയിട്ടാ ഇവിടുത്തെ മേഡമാണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ടിരുന്നില്ലേടി? അല്ല, അടുത്തിരിക്കുന്ന നമുക്ക് ഇരിക്കുന്നുണ്ടോ വെച്ചത്. ഞാനും മീനാശി വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ അരിയുന്ന കേട്ടാ. നമ്മളിവിടെ ഇരുന്നതിന് ന്യായമൊക്കെ പറഞ്ഞിരിക്കാം. നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കാനുള്ള കറി ഉണ്ടാക്കാം. അപ്പം നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. മുട്ട പപ്സ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ വേറെയൊക്കെ ആവും, വേറൊരു കാര്യം. അപ്പം മുട്ട പപ്സ് എപ്പോഴും എനിക്ക് മുട്ട പപ്സ് എന്ന് വരത്തുള്ളൂ. നമ്മൾ ആദ്യമേ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അത് വേറെ ആയിപ്പോയി. അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ ഉള്ളി, നമ്മുടെ സവാള, പച്ചമുളക്, പിന്നെ തക്കാളി ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ടിട്ടാണ് ഇതെല്ലാം ഇട്ടത്. പിന്നെ നമ്മൾ സാധാ മസാല മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൊണ്ടിട്ട് വഴറ്റി നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്രേവി പരുവാക്കി എടുത്തിട്ട് നമ്മൾ ബാക്കി പണിയൊക്കെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മസാലയെല്ലാം ഇട്ട് നമ്മൾ വഴറ്റി ഒരു ഗ്രേവി പരുവാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പരത്തി അത് ചതുരത്തിന് കട്ട് ചെയ്തെടുത്ത് അത് 2-3 മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പരത്തിയത്. പിന്നെ നമ്മൾ ഈ ഗ്രേവി വെച്ചിട്ട് മുട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഗ്രേവി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി കൂട്ടത്തിലല്ല കേട്ടോ ഉണ്ടാക്കിയത്. നമ്മൾ ഈ ഒരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കണ്ണാപ്പ വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റിയാണ് വേവിച്ചെടുത്തത്. അപ്പോഴേ നമുക്ക് ആവി കയറ്റി വേവിക്കുന്നുണ്ട് നമുക്കറിയാം അതെന്തായാലും മുട്ട പപ്സ് ആവില്ലെന്ന്. കാരണം ആവി കയറ്റുമ്പോൾ നമ്മൾ ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കല്ലേ കിട്ടുന്നത്, മുരിമുര കിട്ടില്ലല്ലോ. കാരണം നമുക്കറിയായിരുന്നു ഇത് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റുന്ന പരിവാകുമെന്ന് നമുക്കറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് ആക്കിയെടുത്തു. ഇത് നമ്മൾ കഴിച്ചത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൊറോട്ടയിലൂടെയൊക്കെ മുട്ടക്കറി ഇട്ട് തിന്നില്ല, അതേപോലെ ടേസ്റ്റ് അടിപൊളി സാധനം. പിന്നെ പക്ഷേ മുട്ട പപ്സിൻ്റെ ഒരു അനിയനൊക്കെ നമ്മളെ മുട്ട പപ്സ് ഈ പരുവായി നമ്മൾ കഴിച്ചു നോക്കട്ടെ. കാണാൻ ലുക്കില്ലെങ്കിലേ ഉള്ളൂ, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. എങ്ങനെയുണ്ട് നന്ദു? നന്ദു സത്യസന്ധമായിട്ട് പറഞ്ഞ കൊച്ചാണ് ഗൈസ്. ഒരുപാട് ചുമ്മാ ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ ഇത് നല്ല ഫ്ലോപ്പായി. പക്ഷേ ആണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പൊറോട്ടയിലൊക്കെ മുട്ടക്കറി കൂടി തിന്നുന്ന ആ ടേസ്റ്റാണ്. പക്ഷെ തിന്നാൻ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ അകത്തിരിക്കുന്ന മസാല കിടുവാണ്. നമ്മളിതെല്ലാം തിന്ന് നിർത്തിട്ട് വരാം. ബൈ.